ജീവിത ചുറ്റുപാടിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിൽ നിന്നും വേദനയോടെ പഠിച്ചെടുത്ത അവരുടേതായ ശരികളും ഉണ്ട്. മറ്റാർക്കും മനസ്സിലാവാത്ത, മറ്റാരും മനസ്സിലാക്കാത്ത അവരുടേതു മാത്രമായ ജീവിതാനുഭവത്തിൻ്റെ ചില യഥാർത്ഥ ശരികൾ. നമ്മൾ ഒരാളോട് നമ്മുടെ വേവലാതികൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾ അതേ തോതിലില്ലെങ്കിലും അങ്ങനെ ചില വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവണം. ഏറെ കാലങ്ങൾക്കു ശേഷം ചില മുറിവുകളെ നമ്മൾ ഓർക്കും. അത് നമ്മെ കരയിക്കില്ല, ചിരിപ്പിക്കില്ല. അന്ന് കരഞ്ഞതും ചിരിച്ചതും ഓർത്ത് നമ്മൾ അതിശയിക്കുക പോലുമില്ല. ഒരു കാലത്ത് ഒരുപാട് കരയിച്ച, ചോരയൊഴിച്ച ആ മുറിവുകളെ മുറിവികാരതയോടെ നമ്മൾ സ്പർശിക്കും. ഒരു അടയാളത്തിനപ്പുറം, ഒരു മഴക്കപ്പുറം ഒന്നുമല്ലാതായി മാറിയ ചില എല്ലാമായിരുന്നതിൻ്റെ കഥകൾ. നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യവും വാശിയും നമുക്കെന്നും നഷ്ടമാണ്. ദേഷ്യത്താലും വാശിയാലും നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒരു നിമിഷത്തെ ആശ്വാസവും താൽക്കാലിക വിജയവും നൽകുമെങ്കിലും പിന്നീട് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ചിലപ്പോഴെങ്കിലും ഒരായുസ്സുകാലം മുഴുവൻ വേദനിക്കാൻ കാരണമാകുന്നു. മാറുന്നത് ചുമരിലെ കലണ്ടറാകാം, പക്ഷേ തീരുന്നത് തിരിച്ചു കിട്ടാത്ത ആയുസ്സാണ്. അഴിഞ്ഞുതീരുന്ന ആസ്വാദനത്തിനുള്ള ആഘോഷങ്ങളല്ല നമുക്ക് വേണ്ടത്, അനുസരമായ ആഹ്ലാദത്തിനുള്ള ആലോചനകളും പ്രവർത്തനങ്ങളുമാണ്. ജീവിത ചുറ്റുപാടിൽ ശബ്ദമില്ലാത്തവരുടെ വാക്കുകൾ ആകുമ്പോഴാണ്, കാഴ്ചയില്ലാത്തവരുടെ കണ്ണുകൾ ആകുമ്പോഴാണ്, നടക്കാൻ കഴിയാത്തവരുടെ പാദമാകുമ്പോഴാണ് ഓരോ ദിവസവും അർത്ഥപൂർണമാകുന്നത്. സ്നേഹിക്കപ്പെടുന്ന കാര്യത്തിൽ നിങ്ങളൊരു ദരിദ്രനാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവർ നിങ്ങളെ ഒരു യാചകനാക്കും. സ്നേഹത്തിനു വേണ്ടി നിങ്ങൾ അവർക്ക് മുന്നിൽ യാചിക്കുന്നതിൽ അവർ സംതൃപ്തി കണ്ടെത്തും. തിരക്കൊഴിഞ്ഞു മനസ്സാകുന്ന നിങ്ങളുടെ പിച്ചപാത്രത്തിലേക്ക് അവർ സ്നേഹത്തിൻ്റെ 2 നാണയത്തുട്ടുകൾ ഇട്ടുതരും. അതാണ് അവ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സ്നേഹമെന്നു കരുതി നിങ്ങൾ സന്തോഷിക്കും. മൂർച്ചയും ആഴവും പരപ്പും അറിയണമെങ്കിൽ അവരവർ അനുഭവിക്കുന്നത് തന്നെ വേണം. അത് സങ്കടമായാലും സന്തോഷമായാലും. അറിയാതെ മൊഴിഞ്ഞ വാക്കുകളും അറിയാൻ വെമ്പുന്ന സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ കള്ളങ്ങളുമാണ് പലപ്പോഴും ഒരുപാട് സ്നേഹിച്ചവരെ തമ്മിൽ അകറ്റുന്നത്. ചിലരും ചിലതും ചിലർക്ക് മടുക്കുവോളം ഉള്ളതാണ്, ചിലർക്കാണെങ്കിൽ മരിക്കുവോളം. എത്ര വലിയ തെറ്റുകളും നമുക്ക് തിരുത്താൻ ശ്രമിക്കാം, പക്ഷേ തെറ്റിദ്ധാരണ ചെറുതായാൽ പോലും അതൊരു പക്ഷേ തിരുത്താൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി ഒരാളുടെ ജീവിതത്തിലേക്കും ഒരിക്കലും നുഴഞ്ഞുകയറി പാതി തുറന്ന വാതിലുകളിലൂടെ നുഴഞ്ഞുകയറാം. പക്ഷേ കയറിയ ഇടങ്ങളിലൊന്നും സ്വസ്ഥമായ ഇരിപ്പിടങ്ങൾ ഉണ്ടാവില്ല. ഹൃദയമാകുന്ന വാതിലുകൾ പൂർണ്ണമായി തുറക്കുന്നതുവരെ കാത്തിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇടങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. മനസ്സൊരു കാന്തമാണ്, അതിനോടടുക്കുന്നതിനോട് അതും അടുക്കും. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. നാം സ്നേഹിക്കുന്നവർ 1000 പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളുപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നന്മക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നാം വിശ്വാസമർപ്പിച്ചത്, സ്നേഹിച്ചത് അതിന് യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. ഒന്നും എപ്പോഴും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക. ജീവിതയാത്രയിൽ വർഷങ്ങളുടെ ദൗർഘ്യമല്ല, പരസ്പരം മനസ്സിലാക്കുന്ന ഹൃദയങ്ങളാണ് ബന്ധങ്ങളുടെ അടുപ്പവും ഊഷ്മളതയും നിലനിർത്തുന്നത്. ചില സങ്കടങ്ങളുണ്ട്, ചില വേദനകളുണ്ട്, ചില വിങ്ങലുകളുണ്ട്. പലർക്കും പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയും അനുഭവിച്ചു മാത്രം തീർക്കേണ്ടവയും. ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ മേന്മയോ നോക്കിയല്ല. നമ്മളെക്കുറിച്ച് അന്വേഷിക്കാത്ത, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാത്ത ആവശ്യങ്ങൾക്ക് മാത്രം ഓടിവരികയും അത് കഴിയുമ്പോൾ കാണാതാവുകയും ചെയ്യുന്ന മനുഷ്യരെ വിശ്വസിക്കരുത്. കളിപ്പാട്ടത്തിൻ്റെ വില പോലും നൽകാതെ ഒരിക്കൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാറി നിൽക്കാൻ തോന്നുന്ന മനസ്സിനെ മാറ്റി നിർത്താനും കഴിയും. അങ്ങനെ ഒരാളെ മറക്കണം എന്നല്ല, ഓർമ്മകളിൽ പോലും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക.
പല വേദനകളും തനിയെ വരുന്നതല്ല, അതിനുള്ള വഴികൾ നമ്മൾ തുറന്നിരുന്നതാണ്. പഴയ കാലമൊന്നുമല്ല, ആർക്കും ആരോടും സ്നേഹമൊന്നുമില്ല. എന്തും കിട്ടും എന്ന് ആലോചിച്ചു കൊണ്ടാണ് ആളുകൾ പരസ്പരം പുഞ്ചിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഓരോ മനുഷ്യൻ്റെയും ജീവിതം. ആർക്കും പരസ്പരം സ്നേഹമില്ല. പണത്തിന് വേണ്ടിയാണ് എല്ലാവരും എല്ലാതും ചെയ്യുന്നതും. അതുകൊണ്ട് അത് മനസ്സിലാക്കി തൻ്റെ സ്വപ്നങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് പോവുക. കുടുംബം സ്വർഗമാണെങ്കിൽ അതിൽ വസിക്കുന്നവർ പരസ്പരം സഹകരിക്കണം. മാതാപിതാക്കൾക്ക് ആവോളം സ്നേഹം പകർന്നു കൊടുക്കാൻ മക്കൾക്ക് സാധിക്കണം. മരണപ്പെട്ടിട്ട് വിങ്ങിപ്പൊട്ടിയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ പരിചരിക്കാൻ ശ്രമിക്കണം. ഒരാൾ വിശന്നിരിക്കുമ്പോഴാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് സ്നേഹവും. വീടാണ് ഓരോരുത്തരുടെയും സ്വർഗം. അവിടെ സംസാരവും വിട്ടുവീഴ്ചയും അംഗീകാരവും പരിചരണവും പരിഗണനയും കിട്ടിയില്ലെങ്കിൽ ചിലരുടെ നരകവും അതാണ്. അവനവൻ്റെ ആദർശം മുറുകെ പിടിച്ച് ഉയർത്തി കാണിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ വ്യക്തിപരമായി അവഹേളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. വലിയ കണ്ണുകളും വിടർന്ന ചുണ്ടുകളും ഉള്ള സ്ത്രീകൾ പൊതുവെ ഹസ്യകലാബന്ധങ്ങളാണ് ആഗ്രഹിക്കുന്നത് എന്ന് പഠനങ്ങൾ പറയുന്നു. സ്വന്തം സമയവും സാധ്യതകളും സന്മനസ്സോടെ മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതും മനുഷ്യത്വമാണ്. ആവശ്യനേരത്തെ ആത്മാർത്ഥമായി താങ്ങും തണലുമായിരിക്കുന്നവർ അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ ഒരിക്കലും നോക്കാറുമില്ല. സ്വയം ബലഹീനരായി തോന്നുമ്പോൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്ന ചിന്ത നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. നെഞ്ചകത്തെ വേദനിപ്പിക്കാതെ പ്രതീക്ഷയും പ്രത്യാശയും തന്ന് കടന്നു പോകുന്ന മനുഷ്യർ ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നില്ല. ഒരു ചെറുതിരിയും നാളെ നൽകാൻ കഴിയുന്ന ഇത്തിരിവട്ടമാണ് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്നതെങ്കിൽ പോലും അത് നൽകാൻ ശ്രമിക്കുക. ആ വെളിച്ചത്തിലൂടെ അവർ സന്തോഷവും സാന്ത്വനവും സമാധാനവും തെളിഞ്ഞു കാണട്ടെ. ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. സ്വയം ഉപേക്ഷിച്ച് എവിടേക്കും ഓടിച്ചെല്ലരുത്. ഒഴിവാക്കുന്ന നേരം ചേക്കേറാനൊരു ഇടമില്ലാതാകും. അസത്യം പരക്കുന്ന അതേ വേഗത്തിൽ സത്യം വ്യാപിച്ചിരുന്നു എങ്കിൽ ഏറെ ജീവിതങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അറിഞ്ഞുകൊണ്ടും സ്വാർത്ഥത കൊണ്ടും പണം മോഹിച്ചും പക്ഷം ചേർന്നും തെറ്റിദ്ധാരണയിലേക്ക് പോകുമായിരുന്നില്ല. മനുഷ്യർ സ്വാർത്ഥരാണ്. ഒരു പരിധിക്കപ്പുറം ആരും നിങ്ങളുടെ കാര്യത്തിൽ താൽപ്പര്യപ്പെടില്ല. അത് നിങ്ങൾ സ്വന്തം എന്ന് വിചാരിക്കുന്നവരോ എന്നും കൂടെയുണ്ടാകും എന്ന് ചിന്തിക്കുന്നവരോ ആരും, മാതാപിതാക്കൾ പോലും ഒരു അളവിനപ്പുറം കൂടെ കാണില്ല. അതുകൊണ്ട് ജയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലസത ഇനിയും നിങ്ങൾക്ക് കൂടുതൽ വേദനകൾ നൽകാൻ പോകുന്നു എന്ന് ചുരുക്കം. മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയ ശത്രു എന്നത് സംതൃപ്തി എന്ന വികാരമാണ്. നമുക്ക് കിട്ടിയ എന്തും സ്നേഹം, പരിഗണന ഇതെല്ലാം തൃപ്തിയില്ലെങ്കിൽ നമ്മളും കൗതുകം തേടി അലയും. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണ്. മുഖത്ത് പുഞ്ചിരിയും ഉള്ളിൽ വിഷമവുമായി നടക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങളുടെ വിഷമങ്ങളോ പരാതികളോ ചെറിയ തെറ്റുകളോ ഒരിക്കലും പങ്കുവെക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയുന്നതിൽ കൂടുതൽ മറ്റുള്ളവർ പറയുമ്പോഴാണ് ഇവരൊക്കെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. സത്യം മനസ്സിലായിട്ടും സത്യത്തെ നിങ്ങൾ കണ്ടിട്ടും കള്ളങ്ങൾ മാത്രം വിശ്വസിക്കുന്നവനാണ് വിഡ്ഢി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സത്യം മനസ്സിലാക്കുക. എപ്പോഴും സത്യസന്ധന്മാരായിരിക്കുക. സത്യത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. പലരും കൂടെയുള്ളവരുടെയും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നവരുടെയും കൂടെ കൂട്ടി അവരുമായി സന്തോഷിക്കുമ്പോൾ എല്ലാം ഒന്നുമില്ലാത്തവരുടെ കൈപിടിച്ചുയർത്തി അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ അർത്ഥമുണ്ടാകുന്നത്. നന്മയുള്ള മനസ്സുകൾ അതാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.